ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. രമ്യ ഹരിദാസ് നെല്ലിയാമ്പതി മേഖലയിലാണ് ഇന്നത്തെ പ്രചരണം. ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതായത് രാധാകൃഷ്ണൻ്റെ പ്രചരണ വാഹനത്തിൽ നിന്നൊരു കത്തി എടുത്ത് ഓടയിലേക്ക് ഇടുന്നത്. അപ്പോൾ അത് എന്തിനാണെന്നാണ് കരുതുന്നത്? എന്താണ് അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനോടനുബന്ധിച്ച് മുന്നോട്ട് പോയ വാഹനങ്ങളിൽ, കൊടികെട്ടിയ വാഹനങ്ങളിൽ നിന്ന് മാരകായുധങ്ങൾ പുറത്തേക്ക് ഇടുന്നതും അതോടൊപ്പം തന്നെ ആ വണ്ടി പിന്നീട് തിരിച്ചു പുറകിലേക്ക് വരുന്നതും കാണുകയുണ്ടായി. CCTV കണ്ടു എന്നുള്ളത്. പിന്നെ അത് മുന്നോട്ട് പോയിട്ടില്ല ആ വാഹനങ്ങൾ. അപ്പം വളരെ ആസൂത്രിതമായിട്ട് പ്രചരണ വാഹനത്തിൽ ഈ മാരകായുധങ്ങളുമായിട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതിനകത്തൊരു ക്രിമിനൽ പശ്ചാത്തലം, പ്രത്യേകിച്ച് അത് ചേലക്കര വെച്ചിട്ടുമാണ്. അതിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ റോഡ് ഷോയിൽ വന്ന് ആളുകൾ ബഹളമുണ്ടാക്കുകയും തടയാൻ ശ്രമിച്ചതും ഒക്കെ ചേലക്കര ഇതിൻ്റെ ഏകദേശം 1-2 കിലോമീറ്റർ പരിധിക്കുള്ളിൽ വെച്ചിട്ടാണ്. അപ്പോൾ വലിയ രീതിയിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രദേശമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ TP വധക്കേസിലെ പ്രതികൾ വിയ്യൂർ ജയിലിൽ എന്തോ ഒരു പ്രയാസം പറഞ്ഞ സമയത്ത് മന്ത്രി നേരിട്ടെത്തി ആ ആളുകളെ കാണുകയുണ്ടായി. അപ്പം ക്രിമിനൽ പശ്ചാത്തലവുമായി ബന്ധമുള്ള ആളുകളുമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു അക്രമം അഴിച്ചു വിടുന്നതിനുള്ള ഒരു നേതൃത്വം കൂടി ആലത്തൂരിൽ എടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇതിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് CPM കണ്ണൂർ പോലെ ബോംബുണ്ടാക്കി ആയുധങ്ങൾ ശേഖരിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ശ്രമം പോലെ തന്നെ ഇത് മന്ത്രി അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ പാർട്ടി അറിഞ്ഞിട്ടോ നേരിട്ടുള്ളത് തന്നെ ആകാം എന്നുള്ളതിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. നമ്മുടെ പ്രദേശങ്ങളിൽ ഇത്തരം മാരകായുധങ്ങൾ വരുന്നു എന്ന് പറയുന്ന സമയങ്ങളിൽ ആളുകൾ ഇപ്പോൾ പലരും വിളിച്ചുകൊണ്ടിരിക്കുക, ഇത് എവിടേക്കാണ് വെച്ചതെന്നറിയില്ല, എവിടേക്കാണ് ഇനി ഇതുപോലെ കൊണ്ടിട്ടത് അറിയോ, എവിടേക്കാണ് ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുക എന്ന് പല ആളുകളും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഇനി എവിടെയെങ്കിലും ഒക്കെ ഇതേപോലെ മാരകായുധങ്ങൾ ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഇന്നലെ ഈ റോഡ് ഷോ പോയത് മുതൽ ഉള്ള വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ഏതെങ്കിലും വാഹനങ്ങൾ നിർത്തി ഇത്തരം ആയുധങ്ങൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ കണ്ടെത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. അത് കഴിഞ്ഞാൽ നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്കുമാണ്. AV മുകേഷിനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.